അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് ധാരാളം സ്ത്രീകളോടൊക്കെ ഇടപഴകേണ്ടി വരുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ധാരാളം സമയം പുറത്ത് ചെലവഴിക്കുന്നുണ്ട്, പലപ്പോഴും അവർ ഫോണുകളിൽ വളരെ ഫ്രണ്ട്ലി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താണ് അത് ഒരു സംശയത്തിലേക്ക് വരുന്നുണ്ട്. ശരിക്കും ഇത്തരം സംശയപരമായിട്ടുള്ള തോന്നലുകൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ സംശയിക്കുന്ന അവിടെ ഭർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ചില സംശയങ്ങൾ വരാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം പെരുമാറും. അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്ത് ഇങ്ങനെ ചില ഞാൻ വല്ല സ്ത്രീകളോട് അപ്പോൾ ആ സ്ത്രീകളോട് സംസാരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അവരെ കോൺടാക്ട് ചെയ്യാം. അതിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ കോൺടാക്ട് ചെയ്യുക, ഒറ്റയ്ക്ക് കോൺടാക്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മുടെ ഭാര്യയ്ക്ക് ഒരു സംശയം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് ദൂരീകരിക്കണം. അതിന് എഡ കൊടുക്കരുത്. അത് ഭർത്താവിൻ്റെ ഭാഗത്ത് നടക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരു കാലത്ത് ഒരു ഇരുട്ടിൻ്റെ സമയത്ത് എന്താണ് നബി സ്വന്തം ഭാര്യയോട് സംസാരിക്കുമ്പോഴും എന്താണ് ഇതിൻ്റെ ഭാര്യയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എനിക്കെൻ്റെ ഭാര്യയോട് ധൈര്യസമയം സംസാരിച്ചൂടെ എന്നൊരു വലിയ ന്യായം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചുകൂടാന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സഹപ്രവർത്തകരല്ലേ, ഇത് ഞാൻ അത്യാവശ്യം പറയേണ്ട കാര്യമല്ലേ, ഇതിന് മുമ്പേ സംസാരിക്കണതല്ലേ, ഇതിൻ്റെ ജോലിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സൂക്ഷിച്ച് പെരുമാറും. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഈ സഹോദരി ഇതിനെന്തൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ തോന്നിക്കോട്ടെ, പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കരുത്. നമ്മളത് പ്രകടിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ത്രീയോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് അടുത്തുനിന്ന് സംസാരിച്ചു എന്നുള്ളതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരു സംസാരത്തെ ചോദ്യം ചെയ്യുന്നതും ഒരു അവിഹിതത്തെ ചോദ്യം ചെയ്യുന്നതും ഒരുപോലെയാണ് എന്ത് ചെയ്യുക അയാൾക്ക് ഫീൽ ചെയ്യുക. അയാൾ ഏതൊരു സ്ത്രീയെ കൂട്ടി എന്തോ വേണ്ടാത്തരം ചെയ്തതുപോലെ ചോദ്യം ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, എൻ്റെ ഭാര്യ ഇത്രമാത്രം എന്നെ അവിശ്വസിക്കുന്നുവല്ലോ, എന്നെപ്പറ്റി അവൾ ഇത്രയും വലിയൊരു ആരോപണം പറഞ്ഞല്ലോ, ഇത്ര കാലം ഒന്നിച്ച് ജീവിച്ചിട്ടും അവൾക്ക് എന്നെ അറിയില്ലല്ലോ എന്നൊക്കെയുള്ള വലിയ വിഷമം ഉണ്ടാവുകയും അതൊരു വെറുപ്പിലേക്ക് വരികയും പരമാവധി എന്താണ് അവളോടൊപ്പം യാത്ര ചെയ്യാതിരിക്കാനും അവരെ കൂടെ ആവാതിരിക്കാനും അവരിന്ന് എസ്കേപ്പ് ആവാനും ഒക്കെ എന്ത് ചെയ്യും, അത് ബന്ധങ്ങളെ ക്രമേണ എന്ത് ചെയ്യും അകലാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യരുത്, പ്രകടിപ്പിക്കരുത്. ഇനി നിങ്ങൾ അവർ വിശ്വസിക്കട്ടെ, ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹു എനിക്ക് എന്ത് ചെയ്യും, ഒരു തെളിവ് എനിക്കൊരു കാലത്ത് തരും എന്ന ഒരു വിശ്വാസത്തിൽ അവിടെ നിൽക്കുക. കൂടുതൽ അയാളെക്കുറിച്ച് നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ ഫോൺ ഒബ്സർവ് ചെയ്യുക, എവിടെ പോയി എന്ന് ചോദിക്കാം, പോയാൽ അവിടെ വെച്ച് വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെ നിരന്തരമായി അയാളിങ്ങനെ നിരീക്ഷിച്ച് പിന്നാലെ നടക്കുമ്പോൾ ഇവരുടെ ടെൻഷൻ കൂടും. കാരണം അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുമല്ലോ, ആ കിട്ടുന്നതിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യും, ആ ടെൻഷൻ കൂടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തെ നിരീക്ഷിക്കാനൊന്നും പോകണ്ട. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കൽ എൻ്റെ അടുത്ത് എന്ത് ചെയ്യും എത്തിപ്പെടുന്ന നിലക്ക് പരമാവധി എന്ത് ചെയ്യുക, ഒന്നും ഇല്ലയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി തീരെ കഴിയാതെ വരികയാണെങ്കിൽ അപ്പോൾ അതിന് അതിൻ്റേതായ ചില ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം.